പെപ്പെ എന്ന് പറയുന്ന വ്യക്തി അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട്. മലയാള സിനിമയുടെ മൈക്ക് ടൈസൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. അപ്പോൾ ഇത് ഇനി ലാസ്റ്റ് എനിക്ക് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് ഞാൻ അങ്ങനെ അധികം മൂവീസ് കാണുന്ന ഒരാളല്ല, പക്ഷേ എനിക്ക് ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് മൊത്തത്തിൽ. അങ്ങനെ ഒരു രസമുള്ള പടമായിരുന്നു. ഒന്നുമില്ല, RDX അത് വേറൊരു ലെവലാണ്. അതിൻ്റെ അടുത്തെങ്ങും എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തിട്ടില്ല. ബോക്സിംഗ് സീൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയായിരുന്നു. ഒരു 3-4 സീൻസ് ഉണ്ട് പെപ്പേര. അത് രോമാഞ്ചം, അതൊരു 3 സീൻ രോമാഞ്ചമാണ്. അവൻ്റെ ആ ഒരു പൊളിയായിട്ട് 2.5 മണിക്കൂർ അടിപൊളിയായിട്ട് തന്നെ കണ്ടിരിക്കും. ഇടിപ്പടം ആ സ്പോർട്സ് ബേസ്ഡ് തന്നെ, പിന്നെ ആ ബോക്സിങ്ങിൻ്റെതായ രീതിയിൽ നല്ല പഞ്ചും എല്ലാം ഉണ്ട്. അടിപൊളി. പെപ്പെ എന്ന് പറയുന്ന വ്യക്തി അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട്. ബോക്സിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ നമുക്കറിയാം ഇത്രയും വലിയൊരു ഹോളിവുഡ് ആക്ടർക്കൊപ്പം അങ്ങനെ ഒപ്പണൻ്റായിട്ട് അങ്ങനെ ഒരാളെ തന്നെ കിട്ടുകയും സിനിമയിൽ ആ ഒരു പഞ്ച് അല്ലെങ്കിൽ നമുക്കൊരു ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു ബോക്സിംഗ് ത്രില്ല് ആ റിങ്ങിനകത്ത് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഡെഫിനറ്റ്ലി സിനിമ ഇഷ്ടപ്പെടും, കുടുംബങ്ങൾക്കും ഇഷ്ടപ്പെടും. സിനിമ എല്ലാവരും വന്നാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്കും എല്ലാവർക്കും ഈ ഒരു ദിവസം ഈ ഒരു സിനിമ തിയേറ്ററിൽ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ ഈ സിനിമ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ട്രെൻഡ് സെറ്റർ മാർക്കോ പഞ്ച് അതൊരു എന്താ പറയുക, ഭയങ്കരമായിട്ട് നമ്മളെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നതാണ് മാർക്കോയിൽ അസാധ്യമായിട്ട് ഉണ്ണി പെർഫോം ചെയ്തത്. അതേപോലെ പെപ്പെ എന്ന് പറയുന്ന ഒരാളുടെ ഒരുപാട് സിനിമകൾ നമ്മൾ നെഗറ്റീവ് സൈഡും കണ്ടിരുന്നു. ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹം നല്ലൊരു ഫിസിക്കും എല്ലാം സൂക്ഷിക്കുന്ന നല്ലൊരു എന്താ പറയുന്നത് ഹാർഡ് വർക്കായിട്ടുള്ള ഒരു ആക്ടറാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി എനിക്ക് തോന്നുന്നത് മാസങ്ങളോളം അദ്ദേഹം ബോഡി ട്രെയിൻ ചെയ്യുകയും ഒരുപാട് അസാധ്യമായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്ത് അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ എഫേർട്ട് സിനിമയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു എന്താ പറയുന്ന മലയാള സിനിമയുടെ മൈക്ക് ടൈസൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. അപ്പോൾ ഇത് ഇനിയും വലിയ കഥാപാത്രങ്ങളിലേക്ക് വന്ന മാർക്കോയുടെ പ്രൊഡ്യൂസറുടെ അടുത്ത പടത്തിൽ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്തു എന്നറിഞ്ഞു. ആ ഒരു സന്തോഷം കൂടെ നമുക്ക് മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ഒരുപാട് സന്തോഷം. കാരണം നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, യങ്സ്റ്റേഴ്സ് വരട്ടെ, ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. എല്ലാവരും തിയേറ്ററിൽ വന്ന്, പ്രത്യേകിച്ച് ഫാമിലിക്കും കുട്ടികൾക്കും ഒക്കെ വന്നിരുന്ന് യാതൊരു വൾഗറും ഇല്ല, ഒരുപാട് എൻ്റർടൈൻമെൻറ്റും ഉണ്ട്. എന്നാൽ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാനും പറ്റുന്ന നല്ലൊരു സിനിമയാണ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. നല്ല സിനിമ, ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ്. കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് സിനിമ എന്നേ പറയാൻ പറ്റൂ. ആൻ്റണി വർഗീസ് നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഒരുപാട് ബോഡി ട്രാൻസ്ഫോർമേഷൻ ആയാലും ബോക്സിംഗ് ആയാലും അതിന് വേണ്ടിയിട്ടൊക്കെ പഠിച്ചിട്ടില്ലേ. ആ ഒരു ഇതിൽ നല്ലൊരു സിനിമ. ഒരു പ്രത്യേകിച്ച് ആവറേജ് എന്നേ പറയാൻ പറ്റും. നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന സീനുകളൊന്നുമില്ല സിനിമയിൽ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു, പക്ഷേ അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ച് അങ്ങനെ പറയത്തക്കതായിട്ടൊന്നും. പെപ്പയുടെ ഒരു നാടനടിയാണ് എല്ലാവരും ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇതിന്ന് വ്യത്യസ്തമാണ്. അതെ, പുള്ളി അതിന് വേണ്ടി ബോക്സിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അതിന് വേണ്ടി പുള്ളി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ആയാലും ബോക്സിംഗ് പഠിച്ചതും എല്ലാം പുള്ളി അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ട്രെയിലറിൽ കാണുമ്പോൾ നമ്മൾ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിക്കും. അങ്ങനെയുള്ളതൊന്നും ഈ സിനിമയിലില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ സ്പോർട്സ് മൂവീസൊക്കെ കാണുമ്പോൾ അതിൽ നമ്മളെയൊക്കെ ഈ ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്ന ചില എന്തെങ്കിലുമൊക്കെ മൊമെൻ്റ് ഉണ്ടാവില്ല, അത് മിസ്സിംഗ് ആണ് ഈ സിനിമയിൽ. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ലാസ്റ്റ് സമയത്താണ് ഈ ബോക്സിങ് കൂടുതലായിട്ട് കാണിക്കുക, ഒരു 10 മിനിറ്റ്. അതിലും പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറയത്തക്കതായിട്ടൊന്നുമില്ല. മൊത്തത്തിൽ ഒരു ആവറേജ് മൂവി, ബോറിംഗ് ഒന്നുമല്ല. RDX അത് വേറൊരു ലെവലാണ്. അതിൻ്റെ അടുത്തെങ്ങും എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തിട്ടില്ല. ആ ഒരു ബിഗ് ബഡ്ജറ്റ് ഒന്നും എനിക്ക് ഇതിലുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അമ്മാതിരിയുള്ള ഒരു സംഭവം ഈ സിനിമയിലില്ല. ആ ഒരു ബോക്സിംഗ് റിങ്ങൊക്കെ കാണിച്ചിട്ടുണ്ടെന്നല്ലാതെ വേറൊരു വലിയ ബഡ്ജറ്റിലേക്ക് പോകുന്ന ഒരു സംഭവം ഇതിൽ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് എനിക്ക് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് ഞാൻ അങ്ങനെ അധികം മൂവീസ് കാണുന്ന ഒരാളല്ല, പക്ഷേ എനിക്ക് ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മേ ബി ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഇതിലൊരു നല്ലൊരു ട്വിസ്റ്റ് ഉണ്ട്, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ട്വിസ്റ്റ് അല്ലാതെ ഒരു ട്വിസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് BGM ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാസ്റ്റിംഗ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. വിജയരാഘവൻ സാറൊക്കെ ഭയങ്കര നന്നായിട്ട് ചെയ്തു. പിന്നെ എനിക്ക് പറയാൻ തോന്നുന്നത് വെച്ചാൽ കുട്ടി നന്നായിട്ട് ചെയ്തു, ലിജോ മോള് നന്നായിട്ട് ചെയ്തു. പിന്നെ എന്താ പുതിയ ഡയറക്ഷനാണെന്നൊന്നും പറയില്ല കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഇത് പുതിയതൊന്നും ഫീൽ ചെയ്യില്ല, നല്ല സിനിമയായിട്ടാണ് തോന്നിയത്. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയ ഇതൊക്കെ പുതിയ ഇതൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് പടം ഇഷ്ടപ്പെട്ടു. നല്ല എൻഗേജിങ് ആയിരുന്നു. താങ്ക് യു. പെപ്പെ ഭയങ്കര രസമുണ്ട്. സ്ക്രീൻ പ്രസൻസ് നന്നായിട്ടുണ്ട്. പിന്നെ പുതിയൊരു വില്ലൻ നല്ല രസമുണ്ട്.
ഇല്ല പിന്നെ മൊത്തത്തിലൊരു എൻ്റർടൈനറായിട്ട് തോന്നി. ഇടി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഫാമിലിയുടെ എലമെൻസും. നല്ല രസമുണ്ട് മൊത്തത്തിൽ. അങ്ങനെ ഒരു ഭയങ്കര രസമുള്ള പടമായിരുന്നു. ബോക്സിങ് രണ്ടും ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ സിനിമ. ഫാമിലി ഇഷ്ടപ്പെടും. അതിലെ ഓരോരോ പോയിന്റുകൾ എടുത്തു നോക്കുമ്പോൾ നല്ലതായിരുന്നു. നല്ല സിനിമയായിരുന്നു.